സ്വന്തം നാട്ടിൽ ചികിത്സ ലഭിക്കാതെ ദൂരദേശങ്ങളിലേക്ക് വണ്ടി കയറേണ്ടി ഒരു രോഗിയുടെ അവസ്ഥ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയെന്ന് നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുമ്പോഴും ഒരു എയിംസ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് മുന്നിൽ കേരളം ഇന്നും വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും എന്തിന് തമിഴ്നാട്ടിലുമൊക്കെ എയിംസ് ഉള്ളപ്പോൾ, അവിടെ എയിംസ് ഉയരുമ്പോൾ 10 വർഷത്തിലേറെയായി കേരളം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: നമുക്ക് എന്ന് ലഭിക്കും നമ്മുടെ ഈ ഒരു അവകാശം? ഇന്ന് കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചതും ഇതേ ചോദ്യം തന്നെയാണ്. കേരളത്തോട് എന്തിനാണ് ഈ ഒരു വിവേചനം കാണിക്കുന്നത്? രാഷ്ട്രീയ കളികളും നൂലാമാലകൾക്കും ഇടയിൽ ചവിട്ടി മെതിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് മലയാളികളുടെ ആരോഗ്യ സ്വപ്നങ്ങളാണ്. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ സത്യാവസ്ഥ? എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം ഈ ഒരു നീതി നിഷേധം ഉണ്ടാകുന്നത്? ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായി പരിശോധിക്കാം. ആദ്യമായാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സ്ഥലം കണ്ടെത്തി, പദ്ധതിയും തയ്യാറാക്കി. പക്ഷേ ഫയലുകൾ മാത്രം നീങ്ങുന്നില്ല. അയൽ സംസ്ഥാനങ്ങളിൽ പോലും എയിംസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് യാഥാർത്ഥ്യമായിട്ടും കേരളത്തിൻ്റെ ഫയലിൽ മാത്രം എന്താണ് ആ ഒരു ചുവപ്പ് നാടകമാണ്? രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിലുടനീളം 22 എയിംസുകൾ അനുവദിച്ചു കഴിയുകയും ചെയ്തു. ഇതിൽ 18 എണ്ണവും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആരോഗ്യരംഗത്ത് വളരെ മികച്ച നിലവാരം പുലർത്തുന്ന കേരളത്തിന് മാത്രം ഇന്നും ആധുനിക ചികിത്സാ കേന്ദ്രം ഒരു സ്വപ്നമായി അവശേഷിക്കുന്ന ദയനീയ അവസ്ഥയാണ്. ഒരു എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കേരളം പാലിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2016 മുതൽ തന്നെ കേരളം ഇതിനായി വിവിധ സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ്. നിലവിൽ കോഴിക്കോട് കിനാലൂരിലെ സ്ഥലം എയിംസിന് ഏറ്റവും അനുയോജ്യമാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിനായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും സംസ്ഥാനം അതുമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അന്തിമ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാസർഗോഡ് എയിംസിൻ്റെ ഒരു ജനകീയ കൂട്ടായ്മ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്രത്തോട് ഈ ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചത് എന്ന് കൂടി കാണുവാനായിട്ട് സാധിക്കും. കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് നൽകിയിട്ടും കേരളത്തിന് മാത്രം എന്തുകൊണ്ട് എയിംസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തോടുള്ള വിവേചനമല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. കോടതിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ വിശദീകരണം അനുസരിച്ച് പുതിയ എയിംസുകളൊക്കെ അനുവദിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനപ്രകാരമാണ് എന്ന് പറയുന്നു. കേരളത്തിൻ്റെ കാര്യത്തിൽ അത്തരം ഒരു തീരുമാനം ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതും സാമ്പത്തിക ലഭ്യതയും മുൻഗണനകളും അനുസരിച്ചാണ് ഇത്തരം തീരുമാനങ്ങൾ സാധാരണ കൈക്കൊള്ളാറുള്ളത് എന്നുമാണ് കേന്ദ്രത്തിൻ്റെ നിലപാടായി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ പഠന റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് കേന്ദ്രത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഈ വാർത്തയിലെ മറ്റൊരു പ്രധാന വശം കാസർഗോഡ് ജില്ലയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ളവർക്ക് മികച്ച രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുവാൻ കാസർഗോഡ് തന്നെ എയിംസ് വേണമെന്നത് ഒരു വളരെ വലിയ ജനകീയ ആവശ്യമായി നിലനിൽക്കുകയാണ്. ഈ ഹർജിയാണ് ഇപ്പോൾ കോടതിയുടെ സജീവ പരിഗണനയിലുള്ളത് എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. കേരളത്തിന് ഒരു എയിംസ് ലഭിക്കുക എന്ന് പറയുന്ന കാര്യം കേവലം ഒരു ആശുപത്രി വരുന്നതിലപ്പുറം സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വളരെയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മുടെ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ചിലവുള്ള ഹൃദയ ശസ്ത്രക്രിയകൾ, അതേപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഈ ക്യാൻസർ ചികിത്സ, ന്യൂറോ സർജറി, അങ്ങനെ അതിസങ്കീർണമായിട്ടുള്ള ചികിത്സകൾ എയിംസിൽ നിന്ന് സൗജന്യമായോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിലോ നമുക്ക് ലഭ്യമാകേണ്ടതാണ്. ഇത് സ്വകാര്യ ആശുപത്രികളിലുള്ള ഒരു ഭീമമായിട്ടുള്ള ചിലവിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുമെന്നത് തീർച്ചയാണ്. എയിംസ് എന്നത് വെറുമൊരു ആശുപത്രി മാത്രമായി കണക്കാക്കരുത്. ഒരു ഗവേഷണ കേന്ദ്രം കൂടിയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. പുതിയ രോഗങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ, അതേപോലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, ആധുനിക ചികിത്സാ രീതികൾ, അപ്പോൾ ഇതെല്ലാം ഇത് വരികയാണെങ്കിൽ കേരളത്തിൽ തന്നെ നടത്താം. ഇത് നമ്മുടെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ പഠന സൗകര്യമാണ് എയിംസ് വാഗ്ദാനം ചെയ്യുന്നത് എന്നുകൂടി എടുത്തു പറയണം.
കേരളത്തിലെ മിടുമിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ ലോകോത്തര നിലവാരമുള്ള MBBS, MD, MS അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റഡീസൊക്കെ സ്വന്തം നാട്ടിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് ഇത് വന്നാലുള്ള പ്രധാന നേട്ടമായി കാണണം. പ്രത്യേകിച്ച് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരൊക്കെ കൂടുതലായിട്ടുള്ള കാസർഗോഡ് ജില്ല. അപ്പോൾ ഈ ജില്ലയിൽ എയിംസ് വരികയാണെന്നുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് മംഗലാപുരത്തെയോ അല്ലെങ്കിൽ പരിയാരത്തെയോ ഒക്കെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു അറുതി വരുമെന്നുള്ളതാണ്. ഇത് ആ മേഖലയുടെ തന്നെ മൊത്തത്തിലുള്ള വികസനത്തിന് തീർച്ചയായിട്ടും കാരണമാകും. ആയിരക്കണക്കിന് ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്ക് എന്നിവയ്ക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും. എയിംസ് വരുന്ന സ്ഥലത്തിന് ചുറ്റും ഹോട്ടലുകൾ, ഫാർമസികൾ, ഗതാഗത സംവിധാനങ്ങൾ, താമസിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ വർദ്ധിക്കുകയും ചെയ്യും. ഇത് ആ പ്രദേശത്തെ വലിയൊരു നഗരമായി മാറ്റും. ഒരു അർബനൈസേഷൻ ഉണ്ടാവും. കേരളം ഇതിനോടകം തന്നെ മെഡിക്കൽ ടൂറിസത്തിന് വളരെയധികം പേര് കേട്ട ഒരു സ്ഥലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എയിംസ് വരുന്നതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയായിട്ട് കൂടുതൽ ആളുകൾ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക വരുമാനം നൽകുമെന്നും കണക്കുകൂട്ടുന്നു. നിലവിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമിതമായിട്ടുള്ള തിരക്ക് കുറയ്ക്കുവാൻ ഈ എയിംസ് വരുന്നതോടുകൂടി സഹായകരമാകും. ഇത് മെഡിക്കൽ കോളേജുകളുടെ തന്നെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുവാൻ കൂടി ഉപകരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ചുരുക്കത്തിൽ കേരളത്തിന് എയിംസ് ലഭിക്കുന്നത് ആരോഗ്യരംഗത്തെ ഒരു ഇൻഷുറൻസ് പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. എയിംസ് അനുവദിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനമാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഭരണകക്ഷിയും കേന്ദ്രത്തിലെ ഭരണകക്ഷിയും ഇപ്പോൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ ക്രെഡിറ്റിനെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ള തർക്കങ്ങളും രാഷ്ട്രീയ മുൻഗണനകളും പലപ്പോഴും തീരുമാനത്തെ സാരമായി ബാധിക്കാറുണ്ട്. മറ്റു പല BJP ഇതര സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള കാലതാമസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വായിച്ചാൽ അറിയാൻ സാധിക്കും. ഒരു എയിംസ് സ്ഥാപിക്കാൻ ഏകദേശം 1000 കോടി രൂപയിലധികം ചിലവ് വരുമെന്നാണ് എസ്റ്റിമേഷൻ. നിലവിൽ അനുവദിച്ച 22 എയിംസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരെണ്ണം കൂടി അനുവദിക്കുന്നതിൽ സാമ്പത്തികമായിട്ടുള്ള മുൻഗണനകൾ കേന്ദ്രം മാനദണ്ഡമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക ലഭ്യതയില്ല എന്നൊരു വാദം കോടതിയിൽ കേന്ദ്രം ഉന്നയിക്കുന്നതിൻ്റെ പ്രധാന കാരണമായി ഇതിനെ കണക്കാക്കാം. എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള കർശനമായിട്ടുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൂരം, ദേശീയപാതയുമായിട്ടുള്ള ബന്ധം, ജലലഭ്യത. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. കേരളം നൽകിയ റിപ്പോർട്ടുകളിൽ ഈ മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് കേന്ദ്രം നടത്തുന്ന ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയും. അപ്പോൾ ഈ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ കാരണം ഈ നടപടികൾ നീണ്ടു പോവുകയാണ്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ എയിംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം മാത്രം പിന്നിലാകുന്നത് നമ്മുടെ ആരോഗ്യരംഗത്തെ പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു. മികച്ച ഡോക്ടർമാരും ഗവേഷകരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കുടിയേറി പോകുവാൻ ഇത് വലിയ രീതിയിൽ കാരണമായേക്കാം. നമ്മുടെ തിരുവനന്തപുരത്തെയും കോഴിക്കോടേക്കുള്ള മെഡിക്കൽ കോളേജുകൾ നിലവിൽ താങ്ങാവുന്നതിലപ്പുറം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ദൈനംദിനം നാം വാർത്തയിൽ കാണുന്നു. എയിംസ് വരാത്തത് ഈ ആശുപത്രികളുടെ നിലവാരത്തെയും അതിൻ്റെ സേവനത്തെയും ബാധിക്കുമെന്നത് കട്ടായമായ കാര്യം. മതിയായ ചികിത്സ ലഭിക്കാതെ രോഗികൾ വലയുന്ന അവസ്ഥ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തും. വർഷങ്ങൾ കഴിയുന്തോറും നിർമ്മാണ സാമഗ്രികളുടെ വിലയും അതേപോലെ ഭൂമിയുടെ വിലയും വർദ്ധിച്ചു പോവുകയുള്ളൂ. 2014 തുടങ്ങിയിരുന്നെങ്കിൽ തീരുന്നതിനേക്കാൾ ഇരട്ടി തുക ഇനി പദ്ധതിക്കായി ചിലവാക്കേണ്ടി വരും എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ പൊതുമുതലിൻ്റെ ഒരു നഷ്ടമായി കണക്കാക്കാം. ചുരുക്കത്തിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ കുറവും കേന്ദ്ര സംസ്ഥാന ഏകോപനമില്ലായ്മയും നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ മികച്ച ചികിത്സ സ്വപ്നം കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഓരോ മലയാളികളുടെയും ഹൃദയത്തിലാണ് എന്ന് കാണാം. ഈ കേസ് പരിഗണിക്കവേ കേരള ഹൈക്കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അത് കേവലം നിയമപരമല്ല, മറിച്ച് ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നിന്നുണ്ടായിരുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കേന്ദ്രമന്ത്രിസഭ തീരുമാനിക്കണമെന്ന സാങ്കേതിക മറുപടിയല്ല ഇനി കോടതിക്ക് വേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളിൽ എപ്പോൾ എയിംസ് അനുവദിക്കുമെന്ന് സത്യവാങ്മൂലം നൽകുവാനാണ് കേന്ദ്രത്തോട് കോടതി വളരെ കർശനമായ ഭാഷയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേരളം നിർദ്ദേശിച്ച സ്ഥലങ്ങൾ എയിംസിന് അനുയോജ്യമാണോ എന്നതിൽ നടത്തിയ ആ ഒരു പഠന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് ഹാജരാക്കുവാനും ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് വെറും വാഗ്ദാനങ്ങൾ കൊണ്ട് ഇനി കോടതിയെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ സുഹൃത്തുക്കളെ, എയിംസ് എന്നത് കേരളത്തിൻ്റെ വെറുമൊരു ആശുപത്രി മാത്രമല്ല, അതൊരു വലിയ നീതിയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തൊരുമയോടെ നീങ്ങേണ്ട ഒരു പ്രധാനപ്പെട്ട സമയം വന്നിരിക്കുന്നു.
ഹൈക്കോടതിയുടെ ഈ ഒരു ഇടപെടൽ ഒരു വഴിത്തിരിവാകുമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. കാരണം ആരോഗ്യമെന്ന് പറയുന്നത് ഒരു സൗജന്യമൊന്നുമല്ല. അത് ഓരോ പൗരൻ്റെയും അവകാശം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോഴിക്കോട് കിനാലൂരാണോ അതോ കാസർഗോഡ് ജില്ലയാണോ എയിംസിന് ഏറ്റവും അനുയോജ്യമെന്ന് അടക്കമുള്ള മറുപടികളും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം നമ്മുടെ ശബ്ദം ഉയർന്നാൽ മാത്രമേ അധികാരികൾ ചില സമയങ്ങളിൽ കണ്ണ് തുറക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.